ലോകശക്തിയുടെ പ്രതീകമായ USS എബ്രഹാം ലിങ്കൺ അത് സമുദ്രത്തിലൂടെ നീങ്ങുമ്പോൾ അതിനെ തകർക്കാൻ അത്യാധുനിക മിസൈലുകളോ അല്ലെങ്കിൽ ടോർപിഡോകളോ പോലും വേണം എന്നുള്ള ഒരു ആവശ്യമില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്നാൽ കണ്ണിൽ കാണാത്ത ഒട്ടും ശബ്ദമില്ലാത്ത ഒരു ശത്രു ഈ ഭീമമായ അല്ലെങ്കിൽ ഈ ഏറ്റവും മറ്റുള്ള കപ്പലുകളൊക്കെ അല്ലെങ്കിൽ യുദ്ധക്കപ്പലുകളൊക്കെ പേടിക്കുന്ന ഈ കപ്പലിനെ ഓരോ നിമിഷവും ആക്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് ആയുധപ്പുരകളിൽ നിർമ്മിക്കപ്പെട്ട ഒന്നല്ല, മറിച്ച് പ്രകൃതിയുടെ തന്നെ ഭാഗമായ സാൾട്ട് കോറേഷൻ അല്ലെങ്കിൽ ഉപ്പ് മോഡലാണ് വില്ലനായി മാറുന്നത്. വർഷങ്ങളോളം തുടർച്ചയായി കപ്പലിന്റെ ഉരുക്ക് കവചങ്ങളെ കാർന്നു തിന്നുന്ന ഈ നിശബ്ദ യുദ്ധം ശത്രു രാജ്യങ്ങളുടെ ആക്രമണത്തെക്കാൾ വലിയ സാമ്പത്തിക സാങ്കേതിക പ്രതിസന്ധിയാണ് നാവികസേനയ്ക്ക് സൃഷ്ടിക്കുന്നത്. കടലിന്റെ മേൽഭാഗത്ത് കാറ്റിനൊപ്പം പടരുന്ന ചെറുതും അതിസൂക്ഷ്മവുമായ ഉപ്പുവെള്ള തുള്ളികളും ഉയർന്ന സോഡിയം ക്ലോറൈഡ് സാന്ദ്രതയും അടങ്ങിയ ഈ മൂടൽ മഞ്ഞ് പ്രത്യേകിച്ച് ചൂടും അതോടൊപ്പം തന്നെ ആർദ്രതയും കൂടി സമുദ്ര മേഖലകളിൽ പ്രവർത്തിക്കുന്ന കപ്പലുകൾക്ക് വലിയ വെല്ലുവിളിയാണ് സൃഷ്ടിക്കുന്നത്. പുറത്തുനിന്ന് നോക്കുമ്പോൾ ഇരുമ്പ് കൊണ്ട് നിർമ്മിച്ച ഭീമൻ ഘടനയായി തോന്നുന്ന ഒരു വിമാനവാഹിനി കപ്പലിന്റെ ഉള്ളറകളിലേക്ക് പോലും ഈ അദൃശ്യ ശത്രു കയറി ചെല്ലുന്നു. അതുകൊണ്ട് തന്നെ ഒരു യുദ്ധക്കപ്പലിന്റെ യഥാർത്ഥ പോരാട്ടം പലപ്പോഴും സമുദ്രത്തോടും കാലാവസ്ഥയോടും നാശത്തോടുമാണ് നടക്കുന്നത്.